കൗഡില്യ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ഫോറമുണ്ട്. അത് അറിയപ്പെടുന്ന ഒരു എക്കണോമിക് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു ഫോറമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് സെമിനാറിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് NK സിംഗ് ആണ്, പഴയ ഫിനാൻസ് സെക്രട്ടറി. അതേപോലെ നീതി ആയോഗിന്റെ CEO ആയിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു, അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് കൂടിയാണ്, സിവിൽ സർവീസ് ഓഫീസർ ആണെങ്കിൽ തന്നെ. അദ്ദേഹമാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. എവിടെ എത്തി? അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് എവിടെ എത്തിയിട്ടില്ല. ഇന്ത്യക്ക് പലയിടത്ത് റെഡ് ലൈൻ ഉണ്ട്. അത് ഉറപ്പായിട്ടും ഇന്ത്യക്ക് റെഡ് ലൈൻ ഉണ്ട്. ഈ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും ഈ ഫാം സെക്ടർ ആണെങ്കിലും. അപ്പോൾ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ചില മീഡിയ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തെറ്റിദ്ധാരണയായിരുന്നു. അതും ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അഡ്മിറ്റ് ചെയ്തു, ഇന്ത്യൻ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് പല ആൾക്കാരും നിങ്ങൾ പറഞ്ഞു കേട്ടുകയാണ്, യൂറോപ്പിൽ ഇപ്പോൾ മാർക്കറ്റ് തുറന്ന് അങ്ങോട്ടങ്ങ് പോകാം, നമ്മുടെ സാബു ചേക്കം. അതേപോലെ തന്നെ റഷ്യയിൽ ഇപ്പോൾ എല്ലാം കൂടെ ഒലത്തിക്കോട്ട് പോകുമെന്ന് പറഞ്ഞു, അവരെല്ലാം മേടിച്ചോളും എന്ന് പറഞ്ഞു. പുടിൻ പറഞ്ഞു അവർ മേടിച്ചോളാം. അപ്പം അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്തു, അങ്ങനൊരു മാർക്കറ്റല്ല അമേരിക്ക. ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്, വേൾഡിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അപ്പം അവർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പല മാനുഫാക്ചറിങ് ഏരിയ സെക്ടേഴ്സ്, അവരുണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റുകളൊന്നും പെട്ടെന്നൊന്നും യൂറോപ്പിലോട്ട് അക്സെപ്റ്റഡ് അല്ല. ഇപ്പൊ യൂറോപ്പ് ഇന്ത്യയും തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യൻ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് കൂടുതൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. പക്ഷേ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് വരാൻ പോകുന്നത്. കാരണം ട്രേഡ് രണ്ട് കൂട്ടരുമായിട്ട് ട്രേഡിൻ്റെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ളതിനേക്കാളും രണ്ടിരട്ടിയാക്കാവുന്ന യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് അവരുടെ ട്രേഡ് ടീം ഇന്ത്യയിൽ വന്ന് ടോക്സ് നടത്തിയിട്ടുണ്ട്. ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാർ എഗ്രിമെൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പം നമ്മൾ സീ ഫുഡിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ സീ ഫുഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്കയിലാണ്, രണ്ടാമത് പോകുന്ന ഇവിടെ ചൈനയില വയ വിയറ്റ്നാം. അതേപോലെ മീറ്റ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്, അതും വയ വിയറ്റ്നാം. അവർ നേരിട്ടല്ല വാങ്ങുന്നത്. കാരണം അവിടെ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അവരുടെ വെരിഫിക്കേഷൻ അവർ വന്നാണ്, വിയറ്റ്നാമീസ് കമ്പനികൾ വന്നാണ് ഇവിടെ വന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് വാങ്ങുന്നത്.